ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പിക്കി കപ്പിൾസ്. പിക്കി കപ്പിൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക്, ഒരുപാട് നാളത്തെ ശേഷമുള്ളൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ അല്ലുക്കുട്ടിനെയും മൈനുക്കുട്ടിനെയും പുതിയ ഡ്രസ്സൊക്കെ ഇടിപ്പിച്ച് ഇതേ അമ്പലത്തിൽ കൊണ്ടുപോകാൻ പോവാണ്. ഇന്ന് അവരുടെ പിറന്നാൾ ദിവസമാണ്. കർക്കിടകത്തിലെ 7 മണിക്ക് ഇറങ്ങാന്ന് വിചാരിച്ച ഞങ്ങളായിരുന്നു. ഇപ്പൊ സമയം 7 ആയിട്ടുണ്ട്. ഒരു പാൻറ്റുമ്മ കയറി നിന്നിട്ട് പാൻറ് ഭയങ്കര ലൂസായിരുന്നു. കാരണം കൊണ്ടുവന്ന അപ്പൊ തന്നെ ഇവര് ഇടിച്ചു നോക്കാൻ പറ്റില്ല. അപ്പൊ അതെനിക്ക് വേണം, ഇത് എനിക്ക് വേണം എന്നൊക്കെ പറഞ്ഞവർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഭയങ്കര തലൂട്ടാവും. അപ്പൊ ബെൽറ്റ് ഉണ്ടായിരുന്നു, ബെൽറ്റ് അഡ്ജസ്റ്റ് ആവുമെന്ന് വിചാരിച്ചു, പക്ഷെ അഡ്ജസ്റ്റ് ആയില്ല. ആ തിരക്കില് ഞാൻ കമ്മല് പോലും ഇടാൻ മറന്നു ഗൈസ്. കണ്ടില്ല, ഞാൻ കമ്മല് പോയിട്ടില്ല. അറിയാം നിങ്ങൾക്ക്, കമ്മലിടാൻ മറന്നു ഞാൻ. പ്രാർത്ഥിക്ക, എങ്ങനെ പ്രാർത്ഥിക്ക തമ്പായിനോട്? തമ്പായി കാത്തുരക്ഷിക്കണേ. ഓക്കെ, അതിന്റെ കൂടെ തമ്പായി ഉണ്ടാ? തമ്പായിയുടെ പേരെന്താ? കൃഷ്ണ എന്നാ പേര്. ആരെ കൃഷ്ണ എന്ന് പറഞ്ഞത്? തമ്പായി ഉണ്ടെന്നൊക്കെ ആരാ പറഞ്ഞത്? അതെ, 1 2 3 കൃഷ്ണൻ ഉണ്ടായി. എവിടെ ഉണ്ടായി? നമ്മുടെ വീട്ടിലെ റൂമിലുണ്ടല്ലേ കൃഷ്ണൻ. അതല്ലേ കോക്കാച്ചൊക്കെ പിടിച്ചോണ്ട് പോയിരിക്കുന്ന വീട്ടിൽ കൃഷ്ണനില്ലേ? തമ്പായി എങ്ങനെ പ്രാർത്ഥിക്കാല്ലോ? എങ്ങനെ പ്രാർത്ഥിക്കാം? അമ്മായി കാത്തുരക്ഷിക്കണേ, എന്റെ അമ്മേനെ കാത്തുരക്ഷിക്കണേ. അത് വേണ്ടേ? ചേട്ടൻ ഹലോ ഗൈസ്, ചേട്ടൻ അമ്പലത്തിൽ പോണ്. ഉക്കുളി പോവാ. അത് കഴിഞ്ഞിട്ട് എന്നിട്ട് ഇന്ന് എന്റെ പിറന്നാളാണെന്ന് പറയേ. ഹലോ ഗൈസ്, ഇന്ന് ഞങ്ങളുടെ പിറന്നാളാണ്. പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് എന്തായിട്ട് വയ്യ? വയറ് എടുക്കണുണ്ടോ? അപ്പിടാ പുട്ടുണ്ടോ? നമ്മുടെ കുടുംബക്ഷേത്രമായിട്ടുള്ള പണിക്കാട്ടിൽ അമ്പലത്തിലാണ് എത്തിയിട്ടുള്ളത്. ഇപ്പോൾ സമയം 8 മണി 8:15 തോന്നുന്നു. 8 മണി ആയിരുന്നു കേട്ടോ. 8 മണി ആയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് നേരെ തൊഴ വഴിപാടുകളൊക്കെ ചെയ്യുക, പിന്നെ ഫുഡ് കഴിക്കാൻ കയറണം. എന്നിട്ട് 8:50 ആകുമ്പോഴേക്കും ടീച്ചർ പറഞ്ഞിട്ടുണ്ട് സ്കൂളിൽ എത്തുന്നത് പറഞ്ഞിട്ടുണ്ട്. എന്നാലേ അസംബ്ലിയിലൊക്കെ നിർത്തിയിട്ട് ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറഞ്ഞ് ക്യാപ്പൊക്കെ വെച്ച് ഒരു സർട്ടിഫിക്കറ്റ് പോലെയൊക്കെ ഉണ്ട്, അതൊക്കെ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടുത്തെ പരിപാടിയല്ല, ഇവിടെ വേഗം തൊഴുക. 4 വയസ്സുള്ള വലിയ ചെക്കന്മാരായതുകൊണ്ട് അമ്പലങ്ങളിലൊക്കെ കയറുമ്പോൾ ഷർട്ടും ടീഷർട്ടും ഊരണം കേട്ടോ. സാധാരണ എത്ര നിർബന്ധിച്ചിട്ടുണ്ടെങ്കിലും സമ്മതിക്കാത്തതാണ്, ഊരാൻ ഒട്ടും സമ്മതിക്കില്ല. പക്ഷെ എന്തോ അച്ഛൻ്റെ പോലെ ഇങ്ങനെ ഈ ഒരു സൈഡിൽ ഷർട്ട് ഇടാം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സ്റ്റൈല് കണ്ടപ്പോൾ ഇഷ്ടമായപ്പോൾ 2 പേരും അച്ഛനെ കോപ്പി അടിച്ചിട്ട് നിൽക്കുകയാണ്. അപ്പോൾ തമ്പായിൻ്റെ എന്തൊക്കെയോ പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ 2 പേരെ അറിയുള്ളൂ. തമ്പായി കാത്തുരക്ഷിക്കണേ, അല്ലു കാത്തുരക്ഷിക്കണേ, പിന്നെ എൻ്റെ ഫ്രണ്ട്സിനെ കാത്തുരക്ഷിക്കണേ. ഈ ഫ്രണ്ട്സ് എന്ന് ഉദ്ദേശിക്കുന്നത് കാശിക്കുട്ടനെയാണ്. അത് പണ്ടേ തൊട്ട് 3 പേരുടെ ഒരു പ്രാർത്ഥനാ ഗീതമാണ്. അങ്ങനെ പ്രാർത്ഥിക്കും. എൻ്റെ അമ്മമ്മൊക്കെ പറയും, നമ്മൾ വേറെ എവിടെ പോയി തൊഴിലിനേക്കാളും കൂടുതൽ ബലം കിട്ടും നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ വന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇവിടെ വെഡിങ് ആനിവേഴ്സറി ആയിക്കോട്ടെ അല്ലെങ്കിൽ പിറന്നാളായിക്കോട്ടെ, നമ്മൾ ആദ്യം ഇങ്ങോട്ടാട്ടെ വരാം. ഇവിടെ കണ്ടിട്ടാണ് നമ്മൾ വേറെ എല്ലായിടത്തേക്കും പോവുള്ളൂ. അപ്പോൾ ഇവിടെ വന്ന് തൊഴുമ്പോൾ തന്നെ ഒരു സമാധാനം. പിന്നെ എനിക്ക് ഫസ്റ്റ് അബോർഷനൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടെ വന്ന് ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, എനിക്ക് വേഗം ഒരു ഉണ്ണിനെ തരാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഒരു എന്താ പറയുക, ഒരു കൂടുതലൊരു വിശ്വാസമാണ് ഇവിടെ. അങ്ങനെ ഞങ്ങളൊരു 8:30 ആയപ്പോഴേക്കും നമ്മൾ ഹോട്ടലിൽ കയറിയിട്ട് ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ ഇവർക്കും ഫുഡ് കൊടുക്കണം, കുറച്ച് നേരം പിടിക്കും. അതുകൊണ്ട് തന്നെ ഒരു 10-15 മിനിറ്റിനുള്ളിൽ വേഗം കഴിച്ച് അതിൻ്റെ പയ്യറ്റ് വേണം സ്കൂളിൽ എത്താനായിട്ട്. നമ്മൾ കറക്റ്റ് 8:45 ആയപ്പോഴേക്കും സ്കൂളിൽ എത്തിയിട്ടുണ്ട്. അവിടുത്തെ അസംബ്ലി കൂടുന്ന സമയത്താണ് ബർത്ത്ഡേ ഗേൾസ് ഓർ ബോയ്സ് ആരൊക്കെയുണ്ടോ അവരൊക്കെ നിർത്തിയിട്ട് ഇതേപോലെ ക്യാപ്പൊക്കെ വെച്ചിട്ട് അവരെ അനൗൺസ് ചെയ്ത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പ്രോഗ്രാംസൊക്കെ കഴിഞ്ഞതിന് ശേഷം അവരുടെ പേര് അനൗൺസ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇവർക്ക് ക്യാപ്പൊക്കെ വെച്ച് അവർ സെറ്റായി നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് സന്തോഷവും. എൻ്റെ മക്കൾ ഒരു പ്രശ്നമില്ലാതെ നിൽക്കുന്നുണ്ട്. പക്ഷേ ആ പ്രശ്നമില്ലാതെ നിൽക്കാനുള്ള കാരണം ഞങ്ങൾ 2 പേരും തൊട്ടടുത്ത് നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അനങ്ങാണ്ട് നിൽക്കണം. പിന്നെ അസംബ്ലിക്ക് വേണ്ടിയിട്ട് പിള്ളേരൊക്കെ കൂടിയിട്ട് വന്നപ്പോൾ ചെറിയൊരു ടെൻഷനായി. കാശിക്കുട്ടൻ നോക്കി, എൻ്റെ മോൻ നോക്കി. അയ്യോ, എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ട്. അതായത് ബാക്കിയുള്ള പ്രീകെജിത്തെ കുട്ടികളും അസംബ്ലി സമയത്ത് പുറത്ത് വന്ന് നിൽക്കണം. അവനും അതിലൊരാളെ നിന്നപ്പോൾ എനിക്ക് വച്ചോടാ ആ ഒരു സംഭവം എനിക്ക് ഫീൽ ചെയ്തത്. അങ്ങനെ കുറേ നേരം കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം അവർ അവിടെ അടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒന്നാമത് ഞാൻ പെട്ടെന്ന് മാറിയപ്പോൾ സങ്കടമായി.
പിന്നെ ഇത്ര പേരെ കണ്ടപ്പോഴും മൈക്കിൽ അനൗൺസ് ചെയ്യാനൊക്കെ കണ്ടപ്പോഴും ആകെ ടെൻഷനായി തോന്നുന്നുണ്ട്. നിഖിൽ ചേട്ടൻ കൊണ്ടാക്കി തിരിച്ചു പോരുക അത്രേ ഉള്ളൂ. ഞങ്ങൾ ഇങ്ങനെ നിൽക്കാറൊന്നുമില്ല. അപ്പോൾ കുറച്ച് നേരം ഞങ്ങളെ കണ്ടപ്പോൾ അവർക്ക് ഞങ്ങളുടെ അടുത്തേക്ക് വരാനുള്ളൊരു സംഭവം കൂടി. അങ്ങനെയൊക്കെയായി. അപ്പോഴേക്കും മഴ പെയ്തും എല്ലാവരും ഓടിക്കേറി. ഇവന്മാർ ഭയങ്കര കരച്ചിലായി. അവർ തൊട്ടടുത്ത് തന്നെ ക്ലാസ് ആയതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ കൊണ്ടിരുത്തി. അത് കഴിഞ്ഞ ശേഷം വീണ്ടും അസംബ്ലി കൂടിയപ്പോഴും ഇവരെ കൊണ്ട് നിർത്തിയപ്പോൾ ഇവർ ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ സങ്കടം വന്ന് ഞാനും കരഞ്ഞു. അതായത് ഞാനില്ലെങ്കിൽ ചിലപ്പോൾ ഞാനും നിഖിൽ ചേട്ടൻ ഇല്ലെങ്കിൽ ഇവർ നല്ല കുട്ടികളായിട്ട് ആ റൂൾ അനുസരിച്ച് നിന്നേനെ. ഇത് കണ്ടില്ലേ, അമ്മയുടെ അടുത്ത് പോകണമെന്നുണ്ട് ചൂണ്ടിക്കാണിക്കുകയാണ്. പിന്നെ അവിടെ അധികം നേരം നിന്നില്ല. ഞാൻ ടീച്ചറുടെ അടുത്ത് പോകണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വേഗം ഇറങ്ങുകയാണ് ചെയ്തത്. അപ്പോൾ ജാനകി പൈസ ചെയ്തിട്ടില്ല. അതെ, നമ്മുടെ വീട്ടിലെത്തിയിട്ട് എനിക്കൊരു സമാധാനം ഉണ്ടായിരുന്നില്ല. ടീച്ചർ വിളിച്ച് ചോദിച്ചപ്പോൾ ഓക്കെ എന്നാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ എന്താ, കുറച്ച് ഷോപ്പിംഗ് കാര്യങ്ങളുണ്ട്. നമ്മൾ വൈകുന്നേരം ഗുരുവായൂർ പോകാമെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബെൽറ്റും കുറച്ച് പേരെ കുഞ്ഞുമുണ്ട്, കുറച്ചല്ല 3 കുഞ്ഞുമുണ്ടും കാര്യങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മതിലകത്ത് വന്നിട്ടുള്ള നമ്മൾ റിലേറ്റീവായിട്ടോ ചേച്ചി. അപ്പോൾ ചേച്ചിയുടെ കടയിലാണ് വന്നത്. അപ്പൊ ഞങ്ങള് തുന്നാൻ കൊണ്ടുകൊടുക്കാൻ പോയതാട്ടോ. ഒരു കല്യാണമൊക്കെ വരുന്നുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് സാരി കൊണ്ടുകൊടുക്കാൻ പോയതാണ്. പക്ഷേ എങ്കിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. അന്നത്തെ ഡേറ്റിന് അത് കിട്ടില്ല. അപ്പൊ ഞാൻ തിരിച്ചു കൊണ്ടുവന്നു. വരുന്ന വഴിക്ക് ഇന്ന് വൈകിട്ട് ഗുരുവായൂർ പോകാന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പൊ ഇവർക്ക് മുണ്ട് മേടിച്ചു. ഇനി പാൻറ്റിന് ആ സമയത്ത് അലോടെ അല്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് പാൻറ്റ് ആയാലും ട്രൗസർ ആയാലും. പിന്നെ മുണ്ടെടുത്ത് പോകുന്നത് എപ്പോഴും ഒരു ഐശ്വര്യല്ലേ. അപ്പം 3 പേർക്കും മുണ്ട് മേടിച്ചിട്ടുണ്ട്. പിന്നെ സ്കൂളിൽ നിന്ന് പോയപ്പോൾ പാൻറ് ലൂസായിരുന്നു. അപ്പൊ കയ്യിലുണ്ടായിരുന്ന ഒരു ബെൽറ്റും പിന്നെ വേറെ എൻ്റെ ഒരു ചുരിദാറിന്റെ ബെൽറ്റും മീൻസ് ടോപ്പ് ഇടുമ്പോൾ സൈഡിൽ കെട്ടുന്ന ഒരു സാധനം വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഇത് പറഞ്ഞയച്ചത്. അപ്പൊ ബെൽറ്റ് എന്തായാലും അത്യാവശ്യമാണ്. പിന്നെ അതിനാണെങ്കിൽ ആരാ വേണമെന്ന് പറഞ്ഞ സംഭവം ഒട്ടുമില്ല. അവരൊട്ടും കിട്ടില്ല. ഞങ്ങൾ അതിന്റെ അടിയിൽ ട്രൗസർ ഇട്ട് നോക്കി, എന്നിട്ടും സെറ്റ് ആവണില്ല. അങ്ങനെ 3 ബെൽറ്റ് മേടിച്ചിട്ടുണ്ട്. ഇനി അതിന്റെ ലെങ്ത് ഒക്കെ ഒന്ന് കട്ട് ചെയ്യാനുണ്ട്. ഇപ്പൊ സമയം 1 മണി ആയിട്ടുണ്ട്. ഇപ്പൊ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നാ പറഞ്ഞത്. സ്കൂളില് ഗിഫ്റ്റ് ഒക്കെ തുറക്കുന്ന സമയത്ത് കൊടുക്കുന്ന സമയത്ത് ഓക്കെ, അത് വേറൊരു മൂഡല്ലേ. ഞാന് ക്ലാസ്സിൽ കയറിയിട്ട് സമാധാനിപ്പിക്കാൻ ചെന്നപ്പോൾ ഭയങ്കര കരച്ചിലായിരുന്നു. 3 പേരും ഷൂസ് എടുത്തിട്ട് വാ പോവാ പോവാ എങ്ങനെയത് പറയുന്നത്. ആന്റിമാര് പറയുന്നത് ദേ അവിടെ റെഡിയായി പോലെ പോവാനായിട്ടെന്ന്. അപ്പൊ കാശിക്കുട്ടനാണെങ്കിൽ പിന്നെ അവിടുത്തെ ആന്റിമാരെ കൂടെ ഒക്കെ ഒന്ന് സമാധാനിക്കാൻ ചെല്ലും. അമ്മമാരെങ്ങനെയല്ല. അപ്പൊ എനിക്ക് ഞങ്ങൾക്ക് ഭയങ്കര വിഷമായിരുന്നു ആ സമയത്ത്. എപ്പൊ ടീച്ചർ വിളിച്ച് പറഞ്ഞത് ഗിഫ്റ്റ് ഒക്കെ എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന കുഴപ്പമൊന്നുമില്ല. അവരെ ഫോട്ടോ ഒക്കെ ഉണ്ട്, സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ ഓക്കെയാണ് അവിടെ. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തിയിട്ട് 10 മിനിറ്റ് കിടന്നപ്പോഴേക്കും 3:10 അപ്പോഴേക്കും ചേട്ടൻ വിളിച്ചു വാടി പിള്ളേരെ കൊണ്ടുവരാൻ പോവാന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ ഓടാണ്, ലേറ്റ് ഉണ്ടാന്ന് വിചാരിച്ചിട്ട് ഷോളൊക്കെ എടുത്തിട്ട് 3 പേരെയും കൊണ്ടുവരണം, 4 പേരെയും കൊണ്ടുവരണം. അവരെ കൊണ്ടുവന്ന് അപ്പം തന്നെ കുറച്ച് ഫുഡൊക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ മേലൊക്കെ കഴുകിയിട്ട് റെഡി ആക്കിയിട്ട് അമ്പലത്തിൽ പോകണം. അപ്പം അങ്ങനത്തെ ഒരു പരിപാടിയും കൂടി ഉണ്ട്. അപ്പം ഞാൻ അവിടെ എത്തണ വരെ എനിക്ക് ഒരു മാതിരി വിഷമമായിരുന്നു. അവരെന്നെ കരഞ്ഞു കണ്ടിട്ടല്ല പോയത്. പക്ഷെ എനിക്ക് ഇവിടെ ഭയങ്കര ഇതാട്ടോ. ടീച്ചർമാരായാലും ആൻറ്റിമാരായാലും അവിടുത്തെ ബാക്കിയുള്ള ടീച്ചേഴ്സായാലും ഭയങ്കര സ്നേഹമാണ്. ഇവർ 3 പേരെടുത്തതിന് ശേഷം പാറിനെ കൊണ്ടുവരാൻ പോയിട്ടോ. അപ്പോൾ പാറിനെ കൊണ്ടുവരുമ്പോഴാണ് നിങ്ങൾ കുറച്ച് മൊമെൻറ്റ്സ് ഒക്കെ കാണുന്നത്. പാറക്കുട്ടൻ്റെ ബാഗ് പിടിക്കാൻ വേണ്ടിയിട്ട് എത്ര പേരാന്ന് പറയാം. പാറക്കുട്ടൻ്റെ ആ ഒരു ഹാൻഡ് ബാഗ്, ടിഫിനിൽ ലഞ്ച് ബോക്സ് വെക്കുന്ന ബാഗ് എന്തായാലും കാശിക്ക് പിടിക്കുന്നു. ചേച്ചിമ്മ വാ ഞാൻ പിടിക്കാം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സ്നേഹമായിരിക്കും. ചേച്ചിമാരെ കയ്യിൽ അപ്പുറത്തും പിടിച്ചു വരും. കൂടുതലായിട്ട് നമ്മുടെ കാശിക്കുട്ടനാട്ടോ. ആരുടെയൊക്കെ ഹാപ്പി ബർത്ത്ഡേ എന്നാ? ഇത് നമ്മൾ ചെറിയൊരു കാർഡ് അടിച്ചാട്ടോ. അല്ലുക്കുട്ടൻ്റെ അനിയക്കുട്ടൻ്റെ ഫോട്ടോ വെച്ചിട്ട് ചുമ്മാ ഒരു രസം ഒരു കാർഡ് പോലെ വെച്ചതാണ്. അപ്പോൾ അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ചോദിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ കരഞ്ഞു, ആൻറ്റി എടുത്തു, സമാധാനിപ്പിച്ചു, ടീച്ചറും അമ്മൻ തന്നൊക്കെ പറഞ്ഞിട്ട് വിശേഷങ്ങളൊക്കെ അവർക്ക് പറയാൻ പറ്റുന്ന രീതിയിലൊക്കെ പറയാറുണ്ട്. ഒരാൾ പറഞ്ഞില്ലെങ്കിലും അയാൾ പിച്ചി അയാൾ ഉന്തിയിട്ടു, അപ്പോൾ ടീച്ചർ ചീത്ത പറഞ്ഞതൊക്കെ ഇപ്പുറത്തെ ആൾ പറയും. കൂടുതലായിട്ടും അയിനക്കുട്ടനോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അയിനക്കുട്ടി കറക്റ്റായിട്ട് നമുക്ക് പറഞ്ഞു തരും കേട്ടോ. അങ്ങനെ വീട്ടിലെത്തി അപ്പം തന്നെ കളറിങ് ചെയ്യാനിരിക്കുകയാണ് കുട്ടികളെ. എന്താന്ന് നോക്കണേ, ഒരു ശുഷ്കാന്ത്യ. ഇവർക്ക് സ്കെച്ച് പെൻസിലൊക്കെ മേടിച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ചുമ്മാ നുറുക്കി കളയുള്ളൂ, കളറൊന്നും ചെയ്യില്ല. ഇത് പുതിയൊരു ബുക്ക് കണ്ടപ്പോഴൊരു കൊതി കൊണ്ടാണ്. നമ്മുടെ അല്ലുക്കുട്ടനാണെങ്കിൽ അകത്തിരുന്നാണ് കളർ ചെയ്യുന്നത്. കളർ പ്രോപ്പറായിട്ടൊന്നും ചെയ്യാനൊന്നും അറിയില്ലെങ്കിലും പിന്നെ നമ്മളങ്ങനെ വിട്ടുകൊടുക്കും. എല്ലാം സെറ്റായി. സിജിൻ്റെ അടുത്തും ലീനയുടെ അടുത്തും ഒക്കെ ടൈം പറഞ്ഞ് ഫിക്സ് ആക്കി. പിള്ളേരെ സ്കൂളിലും നമ്മുടെ കാശിക്കൂടന് വലിവുണ്ട്. പിന്നെ അവനും ജലദോഷമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവൻ ഇപ്പം വലിവ് വരുന്നുണ്ട്. ഭയങ്കരമായിട്ട് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ് കുട്ടിക്ക്. ആ സെയിം സംഭവം കോൾഡ് ഇവർക്കുണ്ടെങ്കിലും ശ്വാസം മുട്ടുള്ള പിള്ളേർക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അഞ്ചു ചേച്ചി വരില്ല എന്ന് പറഞ്ഞു. അപ്പം ഭയങ്കര ചേടകരം. നമ്മളെ പ്ലെയിനിലൊക്കെയാണ് ഗുരുവായൂർ പോകണത്. അപ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ച് പോകുമ്പോഴാണ് അതിൻ്റെ ഒരു എന്താ പറയുക
അതിൻ്റെ ഒരു രസമുള്ളൂ. അതല്ല നമ്മൾ ഒറ്റയ്ക്ക് പോകുന്നത്, നമ്മൾ അമ്പലങ്ങളിലേക്ക് ഒറ്റയ്ക്ക് പോകാറുണ്ട്. പക്ഷെ അതേപോലെ അല്ല, ഗുരുവായൂരൊക്കെ പോകുമ്പോൾ നമ്മളെല്ലാവരും കൂടി ഞങ്ങൾ താവണി കൊടുക്കാമെന്ന് വിചാരിച്ചിരുന്നത്. അപ്പം എന്താ പറയുക, അങ്ങനത്തെ ഒരു ചെറിയ സാഡായിട്ടുണ്ട്. സിജിൻ അവിടെ നിന്ന് അമ്മയില്ല എന്ന് പറഞ്ഞു, നമുക്ക് അവിടെ നിന്ന് തിരക്ക് വന്നപ്പോൾ. അപ്പം ഞങ്ങൾ ഒറ്റയ്ക്ക് പോകണം. കാരണം കാശുകൂട്ടന് ഏട്ടൻ ഓൾറെഡി വരില്ല എന്ന് പറഞ്ഞുടാ, ചെയ്യലാണ് ഓൾറെഡി വരില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാശുകൂട്ടൻ ആദ്യം വിചാരിച്ച് ഏട്ടനൊക്കെ ഏൽപ്പിച്ച് പോവാന്ന്. പക്ഷെ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല, അവനെ പനിക്ക് ഒക്കെ കൂടുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ. സോ ആ പ്ലാൻ അവിടെ ഡ്രോപ്പ് ചെയ്തു. അത്ര അയ്യോ, ഞാൻ കരഞ്ഞതല്ല കേട്ടോ, ഞാൻ ഫീസാശി ഉള്ള മൂഡ് പോയി എൻ്റെ പോവാനായിട്ട്. അല്ലെങ്കിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു, താവണി കൊടുത്ത് പോകണം. ഒരു 8-10 പേരായിട്ട് ഗുരുവായൂർ പോകാൻ വിചാരിച്ചിട്ട് ലാസ്റ്റ് ഞങ്ങൾ 5 പേരായിട്ടോ. ഒരുമിച്ച് പോകുമ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു പ്രത്യേക ഒരു വൈബ് തന്നെയാണ്. എനിക്ക് ഗുരുവായൂർ പോകാൻ ഒത്തിരി ഇഷ്ടമാണ്, പക്ഷെ എപ്പോഴും എല്ലാ ടൈമും പോകാൻ പറ്റാറില്ല. എന്താ പറയാനുള്ള നിനക്ക്, എങ്ങനെ ഒരുങ്ങി പോകണ്ടതാ, കണ്ടില്ലേ എന്റെ മോന്തയ്ക്ക്. അതുകൊണ്ട് ഞങ്ങള് പുളിയലക്കര മാറ്റി ഞങ്ങള് പുളിയലക്കര എടുത്തിട്ട് പോവാന്ന് വിചാരിച്ചത്. അതുകൊണ്ട് ഇതെടുത്ത് പോകുമ്പോ എന്തായാലും പറഞ്ഞു നമ്മളടുത്ത് നല്ല ഭംഗിയുണ്ടായിരുന്നു, എടുത്ത് പോവാന്ന് വെച്ചാ. നടന്നില്ലേ ഇത്, നമ്മുടെ കാശുകൂട്ടനൊട്ടും പാടില്ല. അങ്ങനെയല്ല, നല്ലത്. അതെ, കാശുകൂട്ടന് സ്കൂളിൽ നിന്ന് വന്ന സമയത്ത് ഞാൻ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഏട്ടൻ എന്തായാലും അമ്പലത്തേക്ക് വരണില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം നമുക്കിവിടെ രാത്രി ഒരാൾ വേണം, നമുക്ക് എല്ലാം ഇട്ടിച്ചിട്ട് പോകാൻ പറ്റില്ല. അപ്പം ഏട്ടൻ പറഞ്ഞത് കാശുകൂട്ടനെ എൻ്റെ അടുത്ത് ഇരുത്തിക്കോളാം, ഞാൻ നോക്കിക്കോളാം, നീ പൊക്കോ, അങ്ങനെയാണ് പറഞ്ഞത്. പക്ഷെ ഞാൻ ഇവിടെ എത്തിയിട്ട് കാവിനെ കണ്ടപ്പോൾ കാവിൻ്റെ സീൻ ഇത്തിരി കോൺട്രയാണ്. പക്ഷെ അവന് ശ്വാസം മുട്ടൊക്കെ ഉണ്ട്, നന്നായിട്ട് വലിവുണ്ട്. അപ്പം എനിക്ക് അങ്ങനെ ഒരു കണ്ടീഷൻ വെച്ചിട്ട് എനിക്ക് അവനെ ഇട്ടിട്ട് പോകാൻ പറ്റില്ല. പിന്നെന്താ, അപ്പം പിന്നെ നമ്മുടെ മോൾക്ക് വയ്യ, മോൾക്ക് ഒട്ടും വയ്യ. സ്കൂളിൽ നിന്ന് ഒരു കുഴപ്പമുണ്ടായില്ല, അമ്മയില്ല എന്ന് പറയുമ്പോ കുട്ടിക്ക് വയ്യാണ്ടായിരിക്കും. പിന്നെ അവളെ കൊണ്ട് പോയാ പിന്നെ അടച്ചിലാവും, വിഷങ്ങൾ വാക്ക് യൂസ് ചെയ്യാൻ പാടില്ല, അടച്ചിലാവും, ഭയങ്കര അടച്ചിലാവും. പിന്നെ എനിക്ക് സമാധാനം ഉണ്ടാവില്ല. പിന്നെ അമ്മ വരാതെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അമ്മയില്ല. ചിലപ്പോ ശരിക്കും വണ്ടി നിറച്ച ആൾക്കാരായിട്ട് വരും, നമ്മൾ ആരും ഇല്ലെന്ന് ശരിക്കും. ഒരു ദിവസം നമുക്ക് രണ്ടുപേർക്കും മാത്രം പോകും. പോവാനൊക്കെ പറ്റും, സ്കൂളിൽ ഇറങ്ങണം. ഇന്ന് ഒരു 6 മണിക്കൊക്കെ എണീറ്റ് നമ്മള് കുളി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നേരെ ഒരിടത്ത് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ വരാം, 2:30 ആകുമ്പോഴേക്കും വരാം. അതൊരു 5:30 ആയാലും കുഴപ്പമില്ല, എത്തണത് അമ്പലത്തിനുള്ളിൽ കയറി തൊഴുതിട്ട് പോരും. പിന്നെ എൻ്റെ ഒരു സമാധാനം എന്താണെന്നറിയോ, ഞാൻ റീസെൻ്റ് ആയിട്ടാണ് കണ്ണനെ കണ്ടത്. ആ ഒരു സമാധാനം എനിക്കുണ്ട്. അതായത് ഞാൻ കുറച്ച് നാൾ മുമ്പ്, ഒരു 1 month മുമ്പ് അമ്മേനായിട്ട് പോയിട്ട് കണ്ണനെ കണ്ടല്ലോ എന്നൊരു സമാധാനം. ഞാൻ പക്ഷേ ഒരു ഇവരെ പിറന്നാളിന് ആ ഒരു സംഭവം മനസ്സിൽ വന്നപ്പോ തൊട്ട് ഞാൻ ഫിക്സ് ചെയ്തു, എല്ലാവർക്കും കൂടി അമ്പലത്തിൽ പോവാം, എല്ലാവർക്കും കൂടി അമ്പലത്തിൽ പോവാം, പ്രത്യേകിച്ച് ഇവിടെ ഉണ്ടെങ്കിൽ ഡ്രസ്സ് ഇട്ടിട്ട് പോവാം, അങ്ങനത്തെ ഒരു സംഭവമായിരുന്നു. അങ്ങനെ പറഞ്ഞു പറഞ്ഞു എനിക്ക് ഒറ്റയ്ക്ക് ഒരുങ്ങിപ്പോ സത്യമായിട്ട്. അപ്പൊ നിങ്ങൾ പറയുന്നതിനോ ഒരുങ്ങി പോവാൻ എനിക്ക് ഒറ്റയ്ക്ക് ഇഷ്ടമല്ല. ആരൊക്കെ അടിക്കണേ കടിലേ കമ്മല് പോലെ പറ്റില്ല, അവിടെ കിടക്കട്ടെ. മറ്റു ഞാലൊക്കെ കഴിഞ്ഞ ദിവസം ഷൂട്ടിന് പോയപ്പോഴായിരുന്നു വലിയ ഞാലിക്കമ്മ ടഞ്ചു. എന്തിനാടി അതെ, അതെന്താ പറയാ, കുറെ ഞങ്ങൾക്ക് നടത്തതിനിടെ കുറെ വർത്താനം പറയാനുണ്ടാവും. അത് നമ്മൾ പറയുമ്പോ കുറെ പേർക്ക് മനസ്സിലാവും. അങ്ങനെ ഇപ്പൊ അനിയത്തിമാരോ ചേച്ചിമാരോ അല്ലെങ്കിൽ അവരൊക്കെ ഉണ്ടായിട്ട് അവരെ കൂടെ പോകുന്ന ഒരു സംഭവം, അത് വേറൊരു സംഭവം തന്നെയാണ്. സോ അത് മിസ്. പിന്നെന്താ, പോയി വരട്ടെ, ഞാൻ പോയി വന്നിട്ട് വൈകുന്നേരം ഇടിയുണ്ട് അടുത്ത്. നമ്മളെങ്ങനെ ഇറങ്ങാൻ നിന്നപ്പോഴാണ് നമ്മുടെ ചേച്ചിയമ്മ പിറന്നാൾ ദിവസമായിട്ട് അല്ലുക്കുട്ടനും മൈനുക്കുട്ടനും കാശുക്കുട്ടനും കൂടിയിട്ടൊരു സർപ്രൈസ് മേടിച്ചുകൊണ്ട് വന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് പിറന്നാൾ വേറെ കേക്ക് കട്ടിങ്ങോ സംഭവങ്ങളോ ഒന്നുമില്ല. നമ്മൾ ബർത്ത്ഡേയുടെ അന്ന്, അതായത് ഓഗസ്റ്റ് 12 ഇവർ ബർത്ത്ഡേ വരുന്നത്. അപ്പോൾ അന്ന് കേക്ക് കട്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. ഇപ്പോൾ ഞാൻ ചിലപ്പോൾ 12 ശേഷമായിരിക്കും ഈ വ്ളോഗ് ഇടുക, എനിക്ക് ടൈം കിട്ടാനനുസരിച്ചായിരിക്കും ഈ വ്ളോഗ് ഇടുക.
അങ്ങനെ അപ്പോഴത്തെ സർപ്രൈസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗിഫ്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളിയുടെ മാല കേട്ടോ. പിള്ളേർക്ക് സ്കൂളിൽ പോകുമ്പോൾ മാല വള സംഭവങ്ങളൊന്നും ഇടാൻ പാടില്ല. അതുകൊണ്ട് ഈ കഴുത്തിലൊന്നും ഒന്നുമില്ലാണ്ട് പോകുമ്പോൾ ചില ഡ്രസ്സൊക്കെ ഇടുമ്പോൾ ഭയങ്കര പോറാ. അപ്പോൾ ചേട്ടന് അല്ലുക്കുട്ടന് മാല കിട്ടിയപ്പോൾ ഉടനടി ചോദിക്കണം, അയ്യോ അമ്മേ ഇപ്പുറത്തെ കൈമ്മ വളയില്ല, അഞ്ചിനോട് വള വാങ്ങിച്ചിട്ട്. കഴിഞ്ഞ ബർത്ത്ഡേക്ക് 5 വളയാണ് മേടിച്ചു കൊടുത്തത്. അപ്പോൾ ഇപ്രാവശ്യം വള കിട്ടുന്നതാണ് കുട്ടി പ്രതീക്ഷിച്ചത്. അവൻ കുറച്ചധികം ബ്യൂട്ടി കോൺഷ്യസ്. അവൻ നിന്ന് നോക്കും. അവനിങ്ങനെ പുതിയ ഡ്രസ്സ് ഇടണം, വലിയ ബാഗി പാൻറ് ഇടണം, വല്ല 5 സ്ലീവ് ഇതൊക്കെ ഇടണം, ഷർട്ടൊക്കെ ഇടണം. അവൻ്റെ മൈൻഡ് സെറ്റ് അങ്ങനെയാണ്. പക്ഷേ കാശിക്കോ അതിനോട് അങ്ങനത്തെ ഒരു സംഭവമില്ല. ഇവനാണ് കുറച്ച് മെനക്കെട്ട് പോകാൻ ഭയങ്കര ഇഷ്ടം. അതേ നമ്മൾ വീടെത്തിയിട്ട് അമ്മേനെ എടുത്തിട്ടുണ്ട്. നമ്മൾ ചാവക്കാടുള്ള ഈ റൂട്ട് പിന്നെ പറയേണ്ടത്, എപ്പോൾ പോയിട്ടുണ്ടെങ്കിലും ഒരുമാതിരി ട്രാഫിക് എന്താണെന്നറിയില്ല. അപ്പോൾ ഇവിടെ എത്തിയതിന് ശേഷമാണ് നമ്മൾ മുണ്ടെടുക്കാമെന്ന് വിചാരിച്ച് കാറിൽ തൊട്ട് എടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുണ്ടിൻ്റെ കോലം വേറെ രീതിയിലായിരിക്കും. അങ്ങനെ 2 പേർക്ക് മുണ്ടൊക്കെ എടുത്തു നല്ല ഉണ്ണിക്കുട്ടന്മാരാക്കിയിട്ടുണ്ട്. നമ്മളുടെ നടക്കാണ് കാർ പാർക്ക് ചെയ്തതിന് ശേഷം. ഇങ്ങോട്ട് വരുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ്. കണ്ണനെ കാണുക അല്ലെങ്കിൽ ഗുരുവായൂർ വരിക എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിനും എനിക്ക് ഭയങ്കര വിശ്വാസമാണ് കൃഷ്ണനാട്ടോ. അതാ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ കൃഷ്ണ അല്ലെങ്കിൽ ദൈവമേ ഭഗവാനെ കണ്ണ അങ്ങനെ ഞാൻ വിളിക്കുക. എനിക്ക് പെട്ടെന്ന് ഓരോരുത്തർക്കും ഓരോ രീതിയാണല്ലോ, പെട്ടെന്ന് വേറെ ആരുടെയും വരില്ല. കൃഷ്ണൻ അമ്മയ്ക്കും അതെ, അമ്മ ഒരു കൃഷ്ണഭക്തിയാണ്, ഞാനും എൻ്റെ മനസ്സുകൊണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട് എനിക്ക് നല്ലൊരു ഉണ്ണിനെ കിട്ടാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഒന്ന് പ്രാർത്ഥിച്ചു, അവൻ എനിക്ക് 2 തന്നു. അവൻ്റെ പോലെ 2 കുറുമ്പന്മാരായിട്ടുള്ള ചെക്കന്മാരെ തന്നു. അതുകൊണ്ട് എനിക്ക് അവനോട് കുറച്ച് ഇഷ്ടം കൂടുതലാണ്. എന്തെന്നുണ്ടെങ്കിലും മനസ്സിൽ ഫസ്റ്റ് വിളിക്കുക, ആദ്യത്തെ ദൈവം വിളിക്കുക എന്നറിയില്ലേ, അത് അവനെ വിളിക്കുക. അപ്പം അമ്മയ്ക്കൊരു വഴിപാടുണ്ടായിരുന്നു. ഇവർ കുറച്ച് നടക്കാൻ ലേറ്റ് ആയപ്പോൾ ഈ മഞ്ജുലാലിൻ്റെ ഇവിടെ തൊട്ടിട്ട് കണ്ണട നട വരെ കൊണ്ട് നടത്തിപ്പിക്കാന്ന്. ഇവരിപ്പം നടക്കല്ല, ഓടണ്. അമ്മാമരെ കൈമ പിടിച്ച് അമ്മാമ്മ മുക്കുത്തി കമ്മന്ന് വീഴാൻ പോയി. അങ്ങനത്തെ രീതിയിലാണ് ഓടുന്നത്. അച്ഛനും അമ്മേനെ ഞങ്ങളിവിടെ ഫ്രണ്ടിൽ നിർത്തിയിട്ടാണ് പോയിട്ടോ. അപ്പോൾ അവരങ്ങോട്ട് നടന്നിട്ടുണ്ട്. ഇതേ നോക്കൂ എൻ്റെ മുല്ലപ്പൂ എങ്ങനെയുണ്ട്. അത് മുല്ലപ്പൂവല്ല, ചെത്തിയും പിന്നെ അതേപോലെ തന്നെ തുളസിയൊക്കെ വെച്ചിട്ടുള്ളൊരു സംഭവമായിരുന്നു. അപ്പോൾ നമ്മൾ ക്ലോക്ക് റൂമിൽ ഫോണൊക്കെ കൊടുത്തുകൊണ്ട് ബാക്കിയുള്ള വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല. ഇറങ്ങുന്ന സമയത്ത് ടോയ്സൊക്കെ മേടിച്ചു. കാശിക്കും മല്ലുവിനും അയനും ടോയ്സൊക്കെ മേടിച്ചു. ഇത് ഹാപ്പി ആക്കിയിട്ടുണ്ട്. ഉള്ളിൽ കയറി തൊഴാനൊന്നും പറ്റില്ല കേട്ടോ. അത് ചുറ്റമ്പലത്തിൻ്റെ ഉള്ളിൽ കയറി നമ്മൾ ഒരു നോക്ക് കണ്ടു. എന്നാലും സമാധാനം. ഇവിടെ എത്തിയാൽ തന്നെ കണ്ണനെ കണ്ടു എന്നുള്ളൊരു ഇതാണ് എനിക്ക് കേട്ടോ. അങ്ങനെ നീൽച്ചാടൻ കാർ എടുക്കാൻ പോയിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ ഒത്തിരി സബ്സ്ക്രൈബേഴ്സും വലിയ സബ്സ്ക്രൈബേഴ്സും ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ ആ സമയം കൊണ്ട് പാറുക്കുട്ടന് അവർ കാണാണ്ട് ഒരു ഐറ്റം മേടിക്കാൻ പോയത്. ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് ചിക്കി ഒരു കുട്ടി ഉണ്ടായിരുന്നു കേട്ടോ. അതായത് ഞങ്ങൾ തൊഴുത് വരാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആയിരുന്നു. അത് കണ്ടപ്പോൾ അമ്മേരെ ഫോൺ എടുത്ത് വന്നിരിക്കുകയാണ് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുട്ടിയുടെ ഒന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. അടുത്ത ബർത്ത്ഡേ വീഡിയോ ഉടൻ വരുന്നതായിരിക്കും കേട്ടോ.